ഹായ് കുട്ടീസ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കിളിയുടെ കഥയാണ്. കിന്നാരക്കാട്ടിലെ പുന്നാരക്കുരുവിയുടെ കഥ. കിന്നാരക്കാട്ടിലെ പുന്നാരക്കുരുവിക്ക് പാട്ട് പാടുവാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പുന്നാരക്കുരുവി പാട്ട് പാടാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരു കുയിലമ്മ പെണ്ണ് പാട്ട് പാടുന്നത് കേട്ടു. തന്നേക്കാൾ നന്നായി പാട്ട് പാടുന്നത് കണ്ടപ്പോൾ പുന്നാരക്കുരുവിക്ക് തൻ്റെ പാട്ട് മോശമാണെന്ന് തോന്നി. ഒരു ദിവസം മിന്നുക്കുരുവിയോട് പുന്നാരക്കുരുവി പറഞ്ഞു, മിന്നു മിന്നു, ഞാനിനി പാട്ട് പാടുന്നില്ല. മിന്നുക്കുരുവി ചോദിച്ചു, എന്താ നീ പാട്ട് പാടാത്തത്? മിന്നുക്കുരുവിയുടെ ചോദ്യം കേട്ട് പുന്നാരക്കുരുവി പറഞ്ഞു, എനിക്ക് കുയിലമ്മയുടെ പോലെ മധുരമായി പാട്ട് പാടാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ പാട്ടിൻ്റെ ഈണം ശരിയാവുന്നുമില്ല. അതാണ് ഞാൻ പാട്ട് പാടാൻ നിർത്തിയത്. മിന്നുക്കുരുവിക്ക് പുന്നാരക്കുരുവിയുടെ സങ്കടത്തിൻ്റെ കാര്യം മനസ്സിലായി. മിന്നുക്കുരുവി പറഞ്ഞു, പുന്നാരക്കുരുവി, നിന്റെ പാട്ട് നിനക്ക് മാത്രമേ പാടാൻ കഴിയൂ. എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളാണ് ദൈവം നൽകിയിട്ടുള്ളത്. നിന്റെ കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ. നീ വാ, ഞാനും നിന്റെ കൂടെ പാടാൻ വരാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ദൈവം തന്ന സ്വരത്തിൽ പാട്ട് പാടാം. പുന്നാരക്കുരുവിക്ക് സന്തോഷമായി. അത് പിന്നെയും സന്തോഷത്തോടെ പാട്ട് പാടാൻ തുടങ്ങി. മിന്നുക്കുരുവി പറഞ്ഞു, പുന്നാരക്കുരുവി, നമ്മുടെ സ്വന്തം കഴിവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മറ്റുള്ളവരുടെ കഴിവ് കണ്ട് അസൂയപ്പെടരുത്. ദൈവത്തിൽ ആശ്രയിച്ച് സ്വന്തം കഴിവിൽ വിശ്വസിച്ചാൽ നമ്മൾ എന്തായാലും വിജയിക്കും. നിന്റെ പാട്ടിപ്പോൾ എന്തോരം ഭംഗിയായിട്ടാണ് നീ പാടുന്നത്. എത്ര മനോഹരമായ പാട്ടാണ് നീ പാടുന്നത്. പുന്നാരക്കുരുവിക്ക് സന്തോഷമായി. മിന്നുക്കുരുവിയും പുന്നാരക്കുരുവിയും കൂടി പാട്ട് പാടാൻ തുടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. താങ്ക് യു.